ഹായ് കൂട്ടുകാരെ, നമ്മൾ കാണാൻ പോകുന്ന മൂവിയുടെ പേരാണ് ലവ് 911. ഇത് 4ാമത്തെ പാർട്ടാണ്. ഇതിന്റെ 3 വീഡിയോയും നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. വീണ്ടും എക്സ് വൈഫിന്റെ കാര്യവും ഫോട്ടോ, നിനക്ക് നാണമില്ലേ ഈ ഫോട്ടോയും കൊണ്ട് നടക്കാൻ? അങ്ങനെ പറഞ്ഞ് വീണ്ടും ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്കും ഉണ്ട് ഒരു ദുഃഖം. എന്റെ അമ്മ എന്റെ 8 വയസ്സായപ്പോൾ മരിച്ചു പോയതാണ്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ഇത് കേൾക്കുമ്പോൾ കിമ്മിനൊരു സങ്കടം തോന്നുന്നു. ഇഷ്ടമുള്ളവർ നമ്മുടെ അടുത്ത് നിന്ന് മാറി പോകുമ്പോഴേ ഉള്ളൂ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് എത്ര വിഷമമാണെന്നറിയാമോ? എന്റെ അമ്മ എന്നെ വിട്ട് പോയി കഴിഞ്ഞാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവൾക്കൊരു ഫോൺ വന്നു. ഫോൺ വന്ന ഉടനെ അവൾ ചാടിയേണ്ടു, അമ്മേ എന്നാ ഉണ്ട്, ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ കിമ്മിന് ദേഷ്യം വന്നു. കിം അവളെ വണ്ടിയിൽ നിന്ന് ഇത് തള്ളിയിട്ടു. പിന്നീട് വീട്ടിൽ വന്ന് സാറ സൂവിനോട് വഴക്കുണ്ടാക്കി. നീ കാരണമാണ് ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാർ എന്നെ കല്യാണം ആലോചിച്ചു. നിനക്ക് എന്തിന്റെ കേടായിരുന്നു? പിന്നീട് സൂപ്പർ മാർക്കറ്റാണ് കാണുന്നത്. സൂവും സാറയും സാധനങ്ങൾ വാങ്ങുകയായിരുന്നു. അപ്പോൾ അവിടെ കിമ്മിന്റെ കാര്യം പറഞ്ഞു. കിമ്മ് ഡൈവേഴ്സ് ആളാണ്. അത് കേട്ടപ്പോൾ സാറ പറഞ്ഞു, അത് അത്ര നല്ല കാര്യമല്ല, അയാളുടെ പുറകെ ഇനി നടക്കണ്ട. സൂ പറഞ്ഞു, എന്റെ ലവിന് എനിക്ക് വിശ്വാസമുണ്ട്. കിമ്മിന് നിന്നെ ഇഷ്ടപ്പെടുമോ എന്നാണോ നീ വിചാരിക്കുന്നത്? എന്നിൽ ഇഷ്ടമുണ്ടാവും, ഉറപ്പാണ്. കിമ്മ് കൂട്ടുകാരുമായിട്ട് ഫുഡ് കഴിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങോട്ട് സൂ ഫുഡുമായിട്ട് ചെന്നു. അത് കണ്ട ഉടനെ സൂവിന്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു വേസ്റ്റ് പ്ലേറ്റിലേക്ക് എറിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും സൂ കിമ്മിന് ഫുഡ് കൊടുത്തു. അതും എടുത്ത് എറിയാൻ പോയപ്പോൾ സീനിയർക്ക് ദേഷ്യം വന്ന് സീനിയർ ചാടി എഴുന്നേറ്റ് കിമ്മിനോട് പറഞ്ഞു, ഫുഡ് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട, ഇങ്ങോട്ട് താ. അങ്ങനെ അവരെല്ലാരും കൂടെ ഫുഡ് മേടിച്ചു കഴിച്ചു. പിന്നീട് എമർജൻസിയായി എല്ലാവരും കമ്പനിയിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് സീജന് അപകടമുണ്ടായി. ഉടനെ തന്നെ കിമ്മ് സൂവുമായിട്ട് സീജന്റെ അടുത്ത് വന്നു. സീജന് നല്ല പരിക്കുണ്ടായിരുന്നു. അപ്പോൾ സൂ പറഞ്ഞു, സ്റ്റിച്ച് ചെയ്യണം, മുറിവ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അത് കേട്ട് കിമ്മ് സൂവിനെ വിളിച്ചു. പക്ഷെ സൂ പതിയെ എഴുന്നേറ്റ് വന്നപ്പോൾ ഡോർ അടച്ചിരുന്നു. അവർ രണ്ടുപേരുടെ തണുപ്പത്ത് നിന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സൂ കിമ്മിനോട് ചോദിച്ചു, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പക്ഷേ കിമ്മു പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന്. അവൾ ബോധം കെടുന്ന പോലെ ആയപ്പോൾ വീണ്ടും പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസറോ അവരെ രക്ഷപ്പെടുത്തി. സാറയും സൂവും കൂടെ കിമ്മിന്റെ കാര്യം സംസാരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. കിം ഒരു നല്ല ആളാണെന്നും എന്നെ രക്ഷപ്പെടുത്തിയത് കിമ്മാണെന്നും അവന്റെ സ്വഭാവം നമുക്ക് ആദ്യം കണ്ടതുപോലെയല്ല, നല്ലൊരു സ്വഭാവമാണെന്നും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കിമ്മും സീജനും മേളിൽ വന്ന് അവരെ നോക്കുന്നു. സീജൻ കിമ്മിനോട് ചോദിച്ചു, നീ അവളെ തൊട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ കിമ്മു പറഞ്ഞു, ഞാൻ അവളെ രക്ഷിച്ചതേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്ന്. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് സൂ കിമ്മിനെ നോക്കി ടാറ്റ കാണിച്ചു. ഉടനെ കിമ്മ് അവിടുന്ന് മാറിപ്പോയി. സീനിയർ വന്ന് സൂവിനോട് ടാറ്റ കാണിച്ചപ്പോൾ ഇയാളെ എന്തിന്റെ കേടാന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയി. പിന്നീട് സൂ കിമ്മിന്റെ പിറകെ നടന്നു. അവളുടെ മുറിവിന് മരുന്ന് വെച്ച് കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ചു എല്ലാവരും നടക്കുന്നതിന്റെ ഇടയ്ക്ക് സൂ വീണ്ടും തലകറങ്ങി വീണു. ഉടനെ കിമ്മ് എടുത്തുകൊണ്ട് പോയി ഡോക്ടറെ കാണിച്ചു. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. സൂ ചാടി എഴുന്നേറ്റു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അത് കണ്ട് കിമ്മ് സൂവായിട്ട് വണ്ടിയിൽ പോകുന്നതിനിടയ്ക്ക് നിന്റെ അഡ്രസ് എവിടെയാന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണ്ട, എനിക്ക് കടൽ കണ്ടാ മതി. അങ്ങനെ അവർ രണ്ടുപേരുടെ കടൽ തീരത്ത് ചെന്നു. അവിടെ ചെന്ന് സൂ കിമ്മിനോട് പറഞ്ഞു, എന്ത് രസമാണ്. അങ്ങനെ രണ്ടുപേരും കടലിൽ കൂടെ നടക്കുന്നതാണ് കാണിക്കുന്നത്. കിമ്മിനോട് സൂ ചോദിച്ചു, നിനക്ക് ഏത് ജോലിയായിരുന്നു ചെയ്യാൻ ആഗ്രഹം? എനിക്ക് പട്ടാളക്കാരനാകാനായിരുന്നു ആഗ്രഹം. എന്നിട്ടാണോ പിന്നെ ഇതിന് ചേർന്നത്? പട്ടാളത്തിൽ ജോലി കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അവളോട് തിരിച്ചു ചോദിച്ചു, നിനക്കോ? നീ എങ്ങനെയാണ് ഡോക്ടറായത്? എന്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അച്ഛൻ ക്യാൻസർ കാരണം ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ വിട്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ പോലെ മറ്റാർക്കും വരാതിരിക്കാനാണ് ഞാൻ ജോലി ചെയ്യാൻ തീരുമാനിച്ചത്. ഡോക്ടറാകാൻ ഒരുപാട് ആഗ്രഹിച്ചതും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. കിം അവളോട്, നിനക്ക് വിശക്കുന്നില്ലേ? നമുക്ക് വല്ലതും കഴിക്കാം. അങ്ങനെ രണ്ടുപേരുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കിമ്മിന് ഒരു സ്വപ്നം പോലെ തോന്നി. തന്റെ ഭാര്യ അടുത്ത് വന്നിരിക്കുന്നു, ഭാര്യയെക്കുറിച്ചുള്ള വിചാരങ്ങളുമായി. അപ്പോൾ സൂ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? നിങ്ങൾ നേരത്തെ അറിയാവുന്നവരായിരുന്നു? അതെ, ഞങ്ങൾ അവളെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു. അവളെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 2 മാസമായപ്പോൾ അവൾ മരിച്ചു. സൂവും കിമ്മും റൂമിലായിരുന്നു. അപ്പോൾ കിമ്മ് കരയുന്നത് കണ്ട് അവനെ ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി എഴുന്നേറ്റു. അപ്പോൾ എന്തോ ആലോചിച്ചിരിക്കുന്ന കണ്ട് സൂ ചോദിച്ചു, എന്താണ് ആലോചിക്കുന്നത്? ഞാൻ വെറുതെ പുറത്തോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. നീ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ നിന്നെ കിസ് ചെയ്യുന്ന കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്താ നീ പറഞ്ഞത്? അതെ, ഞാൻ നിന്നെ ഇപ്പോൾ കിസ് ചെയ്യും. അത് ചെയ്തിട്ടേ ഞാൻ പുറത്തോട്ട് പോകുള്ളൂ. അങ്ങനെ അവർ തമ്മിൽ ഒന്നു ചേർന്നു. അത് കഴിഞ്ഞ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ see you soon.